വെറുതെ പാർവതി അങ്ങനെയൊന്നും പറയില്ല. ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും. മോളെ, അതെന്താണെന്ന് നീ പറയും. വെറും ദോഷം എന്ന് പറഞ്ഞാ പോരാ, ആ ദോഷം എന്താണെന്ന് വ്യക്തമായി പറയണം. എന്ത് ദോഷമായാലെന്താ, അതിന് പരിഹാരം കാണില്ലേ? ദോഷം ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്യണം, അത്രേ ഉള്ളൂ. ആ പരിഹാരം ചെയ്യാൻ വേണ്ടിയാ കുറച്ചു നാളുകൂടി കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പരിഹാരം ചെയ്യാൻ വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നെ? ഇതൊന്നും അല്ല. ഒരു ദോഷവും ഇല്ല, ഒരു പരിഹാരവും വേണ്ട. ഇത് ഇവളുടെ അടവാ. പല്ലവിക്ക് ഉടനെ ഒന്നും കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഇവിടെ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ഇവളുടേതായിരിക്കണം. എങ്കിലല്ലേ ഇവിടുത്തെ സ്വത്തുക്കളുടെ പകുതിയിൽ കൂടുതൽ ഇവൾക്ക് കിട്ടുള്ളൂ. പ്രിയ, വെറുതെ ഓരോന്നും പറയരുത്. നീ പറയുന്നത് പോലെ സ്വത്ത് മോഹിച്ച് പാർവതി ഒന്നും ചെയ്യില്ല. പാർവതി അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പാർവതി, താൻ എന്തിനാ വെറുതെ പഴി കേൾക്കുന്നത്? പല്ലവി തന്റെ അനിയത്തിയാണെങ്കിലും ഇപ്പൊ അവൾ വേറൊരാളുടെ ഭാര്യ. അത് താൻ മനസ്സിലാക്കണം. പല്ലവിക്കും വിപിനും അവരുടേതായ ലൈഫുണ്ട്. അതിനകത്ത് കയറി ആരും ഇടപെടാൻ പാടില്ല. അവരുടെ ശാന്തി മുഹൂർത്തം ഉടനെ നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അത് ഉടനെ നടന്നേ തീരൂ. അത് തന്നെയാ വിശാൽ ഞാനും പറയുന്നത്. പല്ലവിയുടെയും വിപിന്റെയും ശാന്തി മുഹൂർത്തം ഉടനെ നടത്തണം. പല്ലവി, നിങ്ങളത് പ്ലാൻ ചെയ്തോളൂ. ഇനി അതിന് ഇവിടെ ആരുടെയും തടസ്സം ഉണ്ടാവില്ല. താങ്ക് യു സർ. ഈ നിമിഷം വരെ ഞാൻ ശരിക്കും വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അതാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. ഇപ്പോ എനിക്ക് വളരെ സന്തോഷായി. എന്റെ വിഷമം തിരിച്ചറിഞ്ഞത് അമ്മയാ. അമ്മയോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പല്ലവി, നിന്റെ കൂടെ ഞാൻ എന്നും എപ്പോഴും ഉണ്ടാവും. വിശാൽ, ശാന്തി മുഹൂർത്തം നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന്റെ ഒരുക്കങ്ങളെല്ലാം പാർവതി നടത്തട്ടെ. നാഗദോഷം ഒരു പരിധിവരെയെങ്കിലും മാറാതെ ശാന്തി മുഹൂർത്തം നടത്തിയ, അതിനുശേഷം വിപിനും പല്ലവിക്കും കുഞ്ഞുണ്ടായ, അത് 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 നിനക്ക് ആപത്താ മോളെ. എനിക്ക് ആപത്തോ? പല്ലവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്
എനിക്കെങ്ങനെ ആപത്താവുന്നത്? എനിക്ക് എന്താ ആപത്താ ഉണ്ടാവുന്നത്? നിന്റെ ജീവന് ദോഷമുണ്ടാവും മോളെ. വിപിന്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തത്തിന് വേണ്ട ഏർപ്പാടുകൾ താൻ തന്നെ ചെയ്യണം. വിശാൽ സാർ പറയുന്നു പല്ലവിയുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ഞാൻ തന്നെ ചെയ്യണമെന്ന്. അമ്മ പറയുന്നു പല്ലവിക്ക് കുഞ്ഞ് ജനിച്ചാൽ അത് എന്റെ ജീവൻ ആപത്താവുമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഊഹവും കിട്ടുന്നില്ലല്ലോ. ഉദയന്നൂരമ്മ എനിക്കൊരു വഴി കാണിച്ചു തരുമായിരിക്കും. പാർവതി, ഇപ്പൊ എന്തായി പാർവതി? ഇനി നീ എത്ര വിചാരിച്ചാലും വിപിനും പല്ലവിയും തമ്മിലുള്ള ശാന്തി മുഹൂർത്തത്തെ നിനക്ക് തടയാനാവില്ല. വിശാൽ പറഞ്ഞത് നീ കേട്ടില്ലേ? അവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള എല്ലാവിധ ഏർപ്പാടുകളും നീ തന്നെയാ പാർവതി ചെയ്യേണ്ടത്. അത് വിശാലിന്റെ ഓർഡറാണ്. വിശാൽ ഓർഡർ ഇടുകയൊന്നും വേണ്ട. വിശാൽ വെറുതെ ഒന്ന് പറഞ്ഞാൽ തന്നെ എന്തും അപ്പടി അനുസരിക്കുന്നവളല്ലേ പാർവതി. അതുകൊണ്ട് ഈ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടൊക്കെ പാർവതി തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. പാർവതി, വിശാലിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരുത്താതെ നീ സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ എനിക്ക് വിശാലിനോട് പരാതി പറയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം നീ ആയിട്ടുണ്ടാക്കരുത്. പാർവതി, യു ആർ ട്രാപ്ഡ്. എന്നാ ശരി നടക്കട്ടെ. ആന്റി വാ, നമുക്ക് പോ. അങ്ങനെ ഒരുപാടങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. ഈ ഊരക്കുടുക്കിൽ നിന്നും ഞാൻ കര കയറും. എൻ്റെ ഉദയന്നൂരമ്മ എന്നെ അതിന് സഹായിക്കും. ഒടുവിൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ശാന്തി മുഹൂർത്തം നടത്താൻ പ്രഭാവതി അമ്മ എനിക്ക് വേണ്ടി ഇടപെട്ടല്ലോ. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാൻ വിശാൽ സാറ് പാർവതിയെ ഏർപ്പെടുത്തിയത് കൊണ്ട് ഇനി പാർവതിയെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. നന്ദി ദേവി ദേവന്മാരേ, നന്ദി. ഏതായാലും ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടേക്കാം. പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം.
പല്ലവി, റിയ. ആ ആന്റി, അല്ല, മഞ്ഞപ്പൊടി കൊണ്ട് നീ എന്താ ചെയ്യുന്നേ? അത് മഞ്ഞപ്പൊടി അല്ല ആന്റി, കണ്ടാ മഞ്ഞപ്പൊടിയാണെന്ന് തോന്നും. പിന്നീടെന്താ? അതൊരു മാന്ത്രിക പൊടിയാ. അത് നമുക്ക് കാര്യസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം. മനസ്സിലായില്ല. പറഞ്ഞുതരാം. ഈ പൊടി നമ്മളിപ്പോ ഒരാളുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ അയാൾ സ്വയം അറിയാതെ മയങ്ങി വീഴും. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും പ്രത്യേക ശക്തികളോ അതീന്ദ്രിയങ്ങളോ ദൈവിക അനുഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പൊടി തേക്കുന്നതോടെ ഇല്ലാതാവും. കൊള്ളാലോ. ഇതുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെനിക്ക് ആവശ്യമുണ്ട്. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് എനിക്ക് രക്ഷ നേടുന്നതിന് വേണ്ടി ഈ പൊടി ഞാൻ ഉപയോഗിക്കും. എനിക്ക് താല്പര്യമില്ലാത്തവർക്കും എന്റെ ശത്രുക്കളുടെ വാതിൽക്കലും ഈ പൊടി തേച്ചാൽ അവർക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ല, നിനക്ക് ഈ മാന്ത്രിക പൊടി എവിടെ നിന്നാ കിട്ടിയത്? സോറി ആന്റി, അത് മാത്രം പറയാൻ പറ്റില്ല. ശരി, എങ്കിൽ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇത് പാർവതിക്കെതിരെ പ്രയോഗിക്കാനാവൂ? റിയ, എന്താന്റി? പുതിയന്നെ ഒരു അമ്മയുടെ അനുഗ്രഹവും ഗായത്രിയുടെ ആത്മാവിന്റെ തുണയും ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവളാ പാർവതി. അത് നിനക്കും അറിയാമല്ലോ. ഈ പൊടി അവളുടെ മുഖത്ത് തേച്ചാ അവൾക്കുള്ള ആ പ്രത്യേക ശക്തികൾ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കോ? തീർച്ചയായും നമുക്കതിന് ശ്രമിച്ചു നോക്കാം ആന്റി. പക്ഷേ ഈ പൊടി എങ്ങനെ അവളുടെ മുഖത്ത് തേക്കുക? അതിനൊരു വഴിയുണ്ട്. പല്ലവി. എന്താ അമ്മേ?
എന്താന്നേ? എന്താ ഇത്? എന്തിനാ അമ്മ ഇപ്പോ എന്റെ മുഖത്ത് മഞ്ഞൾ പുരട്ടിയത്? മോളെ, ഇന്നത്തെ ദിവസേ നിനക്ക് വളരെ ഐശ്വര്യപ്രധാനമായ ഒരു ദിവസമാ മോളെ. ഈ ദിവസം മഞ്ഞൾ തേച്ച് കുളിച്ചാ അത് ഏറെ നല്ലതാ. മാത്രമല്ല, ഈ മഞ്ഞളിന്റെ മണം പുരുഷന്മാർക്ക് വളരെ ഇഷ്ടവുമാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് മഞ്ഞളിന്റെ മണത്തോട് ഇത്ര പ്രിയമെന്നൊന്നും മോൾ എന്നോട് ചോദിക്കരുത്. ഒരമ്മായി എന്ന നിലയ്ക്ക് എനിക്കതൊക്കെ പറഞ്ഞു തരാൻ പ്രയാസമുണ്ട്. മോളതൊക്കെ അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയാ മതി. എന്തായാലും ഇത് നല്ലതിന് വേണ്ടിയാ മോളെ. എന്നും നല്ല സൗന്ദര്യത്തോടെയും ഐശ്വര്യത്തോടു കൂടിയൊക്കെ ഇരിക്കണമെങ്കിൽ മോളിതൊക്കെ ചെയ്യണം. ദാ ഇത് മോള് വെച്ചോ. മോളെ, ദേ ഇത് നിന്റെ ചേച്ചി പാർവതിക്കുള്ളതാ. നിന്നെ പോലെ തന്നെ അവൾക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇത് മുഖത്ത് തേച്ചാൽ വളരെ നല്ലതാണെന്ന് പാർവതിയോട് പറഞ്ഞിട്ട് വേണം നീ ഇത് അവൾക്ക് കൊടുക്കാൻ. ഇത് ഏതായാലും അവൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ കൊടുത്താ ചിലപ്പോ അവളിത് വാങ്ങില്ല. അതുകൊണ്ടാ ഇത് നിന്നെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ പറയുന്നത്. എന്താ, നീ ഇത് അവൾക്ക് കൊടുക്കില്ലേ? ഇത്ര നല്ല മനസ്സാ അമ്മയുടേത്. ഞാനും ചേച്ചി നന്നായിരിക്കണമെന്നല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്? അതെ മോളെ, ഞാൻ എപ്പോഴും അങ്ങനെ കരുതൂ. പക്ഷേ അമ്മയുടെ ഈ നല്ല മനസ്സ് എന്റെ ചേച്ചിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതാ വിഷമം. മോളെ, അവൾ എന്നെങ്കിലും ഈ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കും. ഏതായാലും നീ ഇത് അവൾക്ക് കൊടുത്തേക്ക്. ഞാനിത് ചേച്ചിക്ക് കൊടുക്കാമേ. എന്നാ ഇപ്പൊ തന്നെ മോളിത് കൊണ്ടുപോയി ചേച്ചിയെ ഏൽപ്പിച്ചേക്ക്. ചെല്ലും മോളെ. ശരി അമ്മ. എന്താ സാർ ഇത്? എന്താ? എന്താ സാർ ഇത്? നടക്കട്ടെ നടക്കട്ടെ, തൻ്റെ ജോലി നടക്കട്ടെ. ഞാൻ ദാ ഇവിടെ ഇങ്ങനെ നിന്നോളാം. വേണ്ട വേണ്ട, ഇതുപോലെ ഓരോ കുസൃതികളൊക്കെ കാട്ടാനല്ലേ? ഏയ് ഇല്ലടോ, ഞാനേ നല്ല കുട്ടിയെ പോലെ ഇവിടെ ഇങ്ങനെ നിന്നോളാം. വേണമെങ്കിൽ ഞാൻ സഹായിക്കുകയും ചെയ്യാം. ഓ, എന്താ വേണ്ടേ പറയൂ. ഒന്നും വേണ്ട, ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. കുസൃതി കാണിക്കാൻ വരാതിരുന്നാ മതി. ഓക്കെ, യു ക്യാരി ഓൺ. ഓഹോ, എന്താ ചിരിയും കളിയും. ഇനി എനിക്ക് മുൻപേ ഇവർക്ക് കുഞ്ഞുണ്ടാവോ? എന്താണ് രണ്ടുപേരും കൂടി ഒരു തമാശ? തമാശയോ? നിങ്ങളുടെ ചിരി ഹോള് വരെ കേക്കാം. നല്ല തമാശയാണെങ്കി എന്നോട് കൂടി പറ, ഞാനും കേൾക്കട്ടെ. ഇവിടെ തമാശ ഒന്നുമില്ല. ഞാൻ ദേ മാവരയ്ക്കുന്ന നീ കണ്ടില്ലേ? നീ ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ ദേ ഇത് ചേച്ചിക്ക് തരാനാ വന്നത്. മഞ്ഞളോ? ഇത് വെറും മഞ്ഞളൊന്നുമല്ല, ഇത് പ്രഭാവതി അമ്മ തന്ന വിശേഷപ്പെട്ട മഞ്ഞളാ.
എന്താ ഇതിന്റെ വിശേഷം? ഇന്ന് മംഗളകരമായ ദിവസമാണത്രേ. ഈ ദിവസം ഈ മഞ്ഞൾ മുഖത്ത് തേച്ച് കുളിച്ചാം സുമംഗലികൾക്ക് ഐശ്വര്യം ഉണ്ടാകും. ദേ, ഞാൻ തേച്ചു കഴിഞ്ഞു. ഇത് ചേച്ചിക്കുള്ളതാ. ചേച്ചി ഇത് തേച്ചോളൂ. എടി പല്ലവി, എന്റെ 2 കൈയിലും മാവല്ലേ? നീ ദേ അതവിടെ വച്ചേക്ക്. ഞാനേ ഈ മാവരച്ച് കഴിഞ്ഞതിന് ശേഷം പുരട്ടിക്കോളാം. മാവ് അരച്ചു കഴിയും വരെ ഇത് വെച്ചിരുന്നാ ഇത് ഉണങ്ങിപ്പോവും. പെട്ടെന്ന് ഇടാൻ നോക്ക്. പല്ലവി, അതെങ്കിൽ തന്നെ നിന്റെ ചേച്ചിക്ക് ഞാൻ ഇട്ട് കൊടുക്കാം. ശരി ശരി, അതാ നല്ലത്. ദേ പിടിച്ച. നേരം കളയാതെ ഇപ്പൊ തന്നെ പുരട്ടിക്കും. ഞാൻ പോകുക. ദേ സാറേ, ഇത് കഴിഞ്ഞിട്ട് പോരെ? സാറിന്റെ കൈ മുഴുവനും മഞ്ഞളാവും. ആകട്ടടോ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ.